നമസ്കാരം. നല്ല വിവാഹം സ്വപ്നമാണോ? നല്ല വരൻ, നല്ല വധു, മാതാപിതാക്കളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മകന് നല്ലൊരു വധു, മകൾക്ക് നല്ലൊരു വരൻ. ഇത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക? അതിനെന്താണ് ചെയ്യേണ്ടത്? ചിലർ പറയും ഒരുപാട് പൂജകളൊക്കെ നടത്തി, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒന്നും ഇതുവരെ ഫലം ഉണ്ടായില്ല. ഒരു കാര്യത്തിനും നമുക്ക് റിസൾട്ട് ഉണ്ടായില്ല. പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെ, ഒരു ഘട്ടമാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പങ്കാളി, ജീവിത പങ്കാളി ആരാവണം? ഇപ്പോൾ പ്രേമിക്കുന്നവർക്ക് അതറിയാം, നേരത്തെ അറിയാം. ഇല്ല അറേഞ്ച്ഡ് മാരേജോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് കാത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കറിയില്ല മകൾക്ക് വരാൻ പോകുന്ന വരൻ ആരാണ്, അതുപോലെ തന്നെ മകൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടി ആരാണ്, പങ്കാളി ആരാണ് എന്ന ചോദ്യം ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ നിറഞ്ഞൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ചിലർക്ക് മറുപടി പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞ് അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ജ്യോതിഷത്തിൽ നമ്മൾ ഗ്രഹനിലയിൽ 7-ാം ഭാവത്തെയാണ് നമ്മൾ വിവാഹമായിട്ട് കളത്രഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പങ്കാളി എന്ന് പറയുന്നത് 7-ാം ഭാവത്തെയാണ് നമ്മൾ പരാമർശിക്കുന്നത്. 7-ാം ഭാവം വളരെ പ്രധാനമായിട്ടിരിക്കുന്ന ഒരു ഭാവം തന്നെയാണ്. അതിവൈകാരികമായിട്ടാണ് ഈ കാര്യങ്ങളെ നമുക്ക് സമീപിക്കാതിരിക്കുക. അതിവൈകാരികമായിട്ട് സമീപിക്കുമ്പോഴാണ് ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് മറിച്ച് ജാതകത്തിലെ 7-ാം ഭാവം നോക്കിയിട്ട് എങ്ങനെയുള്ള പങ്കാളികളായിരിക്കും വരിക, ആ വരുന്ന പങ്കാളികൾ ഏത് തരത്തിലുള്ളതായിരിക്കും, എങ്ങനെയുള്ള ബന്ധമായിരിക്കും, ഇതൊക്കെ നമ്മൾ നോക്കുക. ധാരാളം തെറ്റുകളൊക്കെ പലർക്കും പറ്റാറുണ്ട്. എങ്കിൽ പോലും ഇതിനെയൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതം ഒരാളുമായിട്ട് പങ്കിടാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, രണ്ടുപേരിൽ ആരാണെങ്കിലും ശരി, അവരുടെ അഭിരുചികൾക്ക് നിങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആളാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതിനെ പ്രേമിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ 6 മാസം സംസാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടുന്നില്ല എന്ന് വിട്ടുകളയാനോ അല്ല. അഭിരുചികൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അത് ഉറപ്പിക്കുന്നതായിരിക്കണം. പരസ്പരം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ജാതക പൊരുത്തം മാത്രം നോക്കിയെടുത്താൽ പോരാ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരസ്പരം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി. ഈ ജ്യോതിഷത്തിൽ സാമുദ്രിക ലക്ഷണം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ സാമുദ്രിക ശാസ്ത്രം, ഈ സാമുദ്രിക ലക്ഷണം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ 20 സാമുദ്രിക ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് ആചാര്യന്മാരും ഋഷിമാരും പറഞ്ഞിരിക്കുന്നത്. സാമുദ്രിക ലക്ഷണം എന്നാണ്, സാമൂഹിക അല്ല. അത് 20 ലക്ഷണങ്ങളുണ്ട്. ഈ 20 ലക്ഷണങ്ങളിൽ 12 ലക്ഷണങ്ങളെങ്കിലും ഒത്തുവരുന്ന പുരുഷനെ നമുക്ക് മകൾക്ക് ഭർത്താവായിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മകൾക്ക് അവൻ ഉത്തമനായിരിക്കും. അത് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. 20 സാമുദ്രിക ലക്ഷണങ്ങളുണ്ട് എന്നുള്ളത്. അതിൽ 12 യോജിച്ച് വരിക എന്ന് പറയുമ്പോൾ ആ 12 ഏതാണെന്നാണ് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത്. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുരാതന ഋഷിമാർ രൂപപ്പെടുത്തി വച്ചിട്ടുള്ള ഒരു സാമുദ്രിക ശാസ്ത്രമാണത്. ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ പ്രഭാവലയം. ഇപ്പം നമുക്കൊരാളെ കാണുമ്പോൾ അവിടെ ഭയങ്കര നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രഭാവലയം, അയാളുടെ മുഖം, അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ശരീരം, മുഴുവൻ ശരീരം, ഇവയെക്കുറിച്ചൊക്കെ ഉള്ളൊരു വേദ പഠനമാണ് ഈ സാമുദ്രിക ലക്ഷണം എന്ന് പറയുന്നത്. അത് 20 ഉണ്ട്. 20 12 യോജിച്ച് വന്നാൽ നമുക്ക് ജാതക ചർച്ചയിൽ കുറച്ചെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്കത് എടുക്കാമെന്നാണ് ഋഷീശ്വരന്മാരും ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളത്. സാമുദ്രിക ശാസ്ത്രം ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ചിന്തയും ബുദ്ധിയും യുക്തിയും സാമാന്യ ബോധമൊക്കെ അനുസരിച്ച് ചിന്തിച്ചുറപ്പിക്കുന്ന വിവാഹങ്ങൾ അത്ര മോശമാവില്ല. വളരെ കാലം നിലനിൽക്കുകയും നല്ലൊരു ദാമ്പത്യം അനുസരിച്ച് അത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് മകൾക്ക് വരുന്ന വരനാരാണ് അല്ലെങ്കിൽ പങ്കാളി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും.